ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു കൂണിൻ്റെ ലോലിപ്പോപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ ലോലിപ്പോപ്പ് നല്ല ക്രിസ്പി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് കൂണെന്നേ ഫീൽ ചെയ്യില്ല, ആ രീതിയിലുള്ള നല്ല ക്രിസ്പി ലോലിപ്പോപ്പായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. ആദ്യം ഒരു 250 ഗ്രാമോളം മഷ്റൂം നമ്മുടെ കൂണ് റെഡി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നുണ്ട് ലൈറ്റ് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇത് കഴുകിക്കൊണ്ടിരിക്കുന്നത്. വൃത്തിയായിട്ട് 1-2 വട്ടം കഴുകി വൃത്തിയായിട്ട് എടുക്കുക. ഓക്കെ, ഇതിപ്പം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൂണ്. ഇനി ഒരു തവ എടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കുറച്ച്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ 1 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് അരിഞ്ഞത്, നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവന് വേണമെന്നില്ല, ഒരു ക്യാപ്സിക്കമിൻ്റെ പകുതി മതിയാവും. അതുപോലെ തന്നെ കുറച്ച് പുതിനയില അരിഞ്ഞത്, അങ്ങനെ മല്ലിച്ചപ്പ് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പിന്നെ വേവിച്ചെടുത്ത നമ്മുടെ പച്ചപ്പയർ, അതായത് ഗ്രീൻ ഗ്രാം, ഇതും കൂടെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഗരം മസാലയും പിന്നെ നമ്മുടെ കുരുമുളകും മിക്സ് ചെയ്തതാണ്. പിന്നെ ഇത് ചാറ്റ് മസാല, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ചീസ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ബ്ലോക്കാണിത്. ചീസിൽ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. അത് നന്നായിട്ടൊന്ന് ആ ചെറിയ ചൂടിൽ തന്നെ ഇത് മിക്സ് ആയിക്കോളൂ. ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. മസാല ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ടോ. ഇനി ഇതിന് ഇതുപോലെ ചെറിയ ബോളുകളാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ബ്ലാക്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം. നമുക്ക് ഇതിനെ നന്നായി ഒരു ബാറ്ററായിട്ട് നമുക്ക് മാവായിട്ട് ഇതുപോലെ കലക്കിയെടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ വേണം കലക്കുന്നത്. ഇനി ഒരു ബൗളിൽ നമുക്ക് ബ്രെഡ് ക്രംബും കൂടെ റെഡിയാക്കി വെച്ചേക്കാം. ഇത് നമുക്ക് മുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കൂണിനകത്തേക്ക് ആ മസാല ബോളാക്കിയത് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുക്ക് ഒരു ചെറിയ കഷ്ണം ചീസ് വെച്ച് കൊടുക്കുകയാണ്, ചെറിയൊരു കഷ്ണം. ഇനി അതിന് മുകളിൽ കുറച്ചും കൂടെ മസാലയും കൂടെ വെച്ചിട്ട് അടുത്ത ഒരു പീസ് കൂണും കൂടെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ബർഗറിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ 2 എണ്ണത്തിനെ ജോയിൻ ചെയ്യണം. ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുക. ഇതുപോലെ നമ്മുടെ എല്ലാ കൂണും നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് റെഡിയാക്കി വെക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കലക്കി വെച്ച കോൺഫ്ലോർ ബാറ്ററിലേക്ക് ഇതിനെ ഒന്ന് മുക്കിയെടുക്കുക. ചുറ്റും ഇത് മാവ് പുരളുന്ന പോലെ
ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ നമ്മൾ തിരിച്ച് എടുത്താലും മതി. എന്നിട്ട് കുറച്ച് അത് മൊത്തം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണം ബ്രെഡ് ക്രം. വേണമെങ്കിൽ 2 ലെയർ ആക്കിയിട്ട് നമുക്കിടാം. ഒന്നും കൂടെ വേണമെങ്കിൽ കോൺഫ്ലോർ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്നും കൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ക്രിസ്പിനെസ് അധികം ഉണ്ടാവും. ഇതുപോലെ ബ്രെഡ് ക്രംസ് എല്ലായിടത്തും പുരളുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കാം. ഇനി ഒരു തവ വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ നമ്മുടെ റെഡിയാക്കി വെച്ച ലോലിപോപ്പ് വെച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ 2 ഇറുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം മാറ്റി സെൻറ്ററിൽ ഒരെണ്ണമാക്കി. 2ൻ്റെ സപ്പോർട്ട് വേണ്ടാന്ന് തോന്നിയിട്ട് ഒരു ഇറുക്കിൽ വെച്ചിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കൊന്ന് മറിച്ച് കൊടുക്കണം ഇടയ്ക്ക്. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഒരു ബ്രൗണിഷ് ടോൺ വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ കൂണും എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ പാത്രമാണ് വെച്ചതുകൊണ്ട് എല്ലാം ഒരുമിച്ച് ഇടാൻ പറ്റാത്തതുകൊണ്ട് 4-5 വീതം ഇങ്ങനെ ഇട്ട് എല്ലാം കൂടെ നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി നമ്മളൊരു സർവിങ് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ബ്ലാക്ക് എള്ളും വെളുത്ത എള്ളും കൂടെ ഇട്ട് കുറച്ച് സ്വീറ്റ് സോസും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് വെച്ച് ഉപയോഗിക്കാം. ഇതിന് കൂടെ സോസോ എന്തെങ്കിലും വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല രുചിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.